അപ്പോൾ എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല പൊളി സാധനം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു അര സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ആദ്യം ഈ സവാള ഒന്ന് തിരുമ്മി അതിൻ്റെ ആ നീരൊന്ന് കളയുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഇട്ടിട്ട് തിരുമ്മിയാലും മതി. ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് തിരുമ്മാൻ പോകുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു. അത്യാവശ്യം ഒരു മീഡിയം സ്പൈസി മുളക് പൊടിയാണ്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ഞാൻ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും നന്നായിട്ട് ഞാൻ ഇത് ശരിക്കും മിക്സ് ചെയ്തിരുന്നു. അതായത് ശരിക്കും അതിൻ്റെ ആ സവാളയുടെ നീര് നമ്മൾ തിരുമണ സമയത്ത് അത് ശരിക്കും അങ്ങ് ജ്യൂസ് ഇറങ്ങണം. അപ്പോഴാണ് ശരിക്കും സവാള നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതാണ് ശരിക്കും ഇതിൻ്റെ പരുവം. എന്നിട്ട് ആ മിക്സ് തയ്യാറാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ദോശ നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ദോശയുടെ വെള്ളം ഒന്ന് പയ്യെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത്, അതായത് മൊരിയുന്നതിന് തൊട്ട് മുന്നേ അപ്പോഴേക്കും ഇതിൻ്റെ പൊക്കത്ത് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളിത് മറിച്ചിടുന്നില്ല ഇനി. അപ്പോൾ പൊക്കത്ത് ദോശ ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയും ഞാനിപ്പോൾ മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്കാണ് വെച്ച് വയ്ക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞും കിട്ടും. പിന്നെ ഇട്ടേക്കുന്ന സവാളയും ഒന്ന് വാടിക്കിട്ടും. അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങും. എന്നിട്ട് മൂടിയൊക്കെ തുറന്ന് അതിനകത്തേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക പൊക്കത്ത്. ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം വേവിക്കൊന്നും വേണ്ട. ഗീ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഹൈയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പയ്യെ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോഴേക്കും അത് നേരെ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിലും സാധനം അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.